ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് എമ്പുരാൻ എന്ന മോഹൻലാൽ അല്ലെങ്കിൽ പൃഥ്വിരാജ് പടത്തിന്റെ റിവ്യൂലേക്ക് കിടക്കാം. എനിക്ക് തോന്നുന്നത് ഇപ്പം സിനിമ കണ്ട് ഓടിക്കേറി വന്ന് ഒരു റിവ്യൂ ഇട്ടേക്കാന്ന് വെച്ചു. കാരണം നമ്മൾ സിനിമയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ മൊബൈൽ എടുത്ത് നോക്കിയോ പലരും റിവ്യൂ എടുത്തിട്ട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്, പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്, അങ്ങനെ പലതരം കമന്റ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളതാണ്. റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോറി ലൈനും കാര്യങ്ങളെല്ലാം പറയണം. അതിൻ്റെ അകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന സസ്പെൻസ് അല്ലെങ്കിൽ നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന ആളെല്ലാം ഞാൻ വെളിപ്പെടുത്തേണ്ടി വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഇടിയും കിട്ടും. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഇല്ലെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആണോ, ഇല്ലെങ്കിൽ ഇത് ലാലേട്ടൻ ഫാൻസിന് മാത്രമായിട്ട് ഇറക്കിയ പടമാണോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് കേട്ടിട്ട് നിങ്ങൾ പോയി കാണുവാണെങ്കിൽ കണ്ടോളൂ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ സ്റ്റോറി വളരെ പ്രത്യേകതയുള്ള, അല്ലെങ്കിൽ നോണിലൊക്കെ എഴുതുന്ന പോലെ വളരെ കുറെ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമയാണെന്നൊന്നും ആലോചിക്കൊന്നും വേണ്ട. നോർമലായിട്ടുള്ള കഥകളാണ്. അവിടെ ഇവിടേക്ക് ഓരോ ട്വിസ്റ്റുകളുണ്ട്. കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു പടമാണ്. പിന്നെ ഞാൻ കുറെ പേരുടെ റിവ്യൂസ് കണ്ടു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു ലൂസിഫറിന്റെ അത്രയൊന്നും എത്തിയിട്ടില്ല, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫ് നമ്മൾ കഥയിലേക്ക് എത്തുന്ന ഒരു വഴിയാണ്. അപ്പൊ ആ വഴി ക്ലിയർ ചെയ്ത് പോയി പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിൻ വിഷയങ്ങൾ അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത്. അപ്പം സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ആക്ഷനും കാര്യങ്ങളും എല്ലാം കൊണ്ടും കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയായിരിക്കും. പിന്നെ പൃഥ്വിരാജിന്റെ അഭിനയം അല്ലെങ്കിൽ ലാലേട്ടന്റെ അഭിനയം അല്ലെങ്കിൽ മഞ്ജു വാര്യർ, ടൊവിനോ, ഇവരുടെ അഭിനയങ്ങളെ കുറിച്ചൊന്നും ഞാൻ വലുതായിട്ട് പറയുന്നില്ല. കാരണം അഭിനയിക്കാൻ മാത്രമുള്ള ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ അതിനുള്ള കഥയോ ഒന്നുമല്ല ഇത് ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ പടം മാത്രമാണ്. എനിക്ക് കണ്ടതിൽ ഏറ്റവും ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ ഡയറക്ഷനാണ്. കാരണം നല്ല ഒരു ഹോളിവുഡ് ടച്ചിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 90% നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു തെറ്റ് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ വിഷ്വൽസ് ഒക്കെ അതിഗംഭീരം തന്നെയായിരുന്നു. ഗൂസ് ബംസ് മൊമെന്റ്സ് ഒക്കെ അല്ലേ നിങ്ങൾക്ക് ആവശ്യം. ഈ ഫാൻസിനാണെങ്കിലും നമുക്കാണെങ്കിലും ഈ കോരിത്തരിക്കണം, കറക്റ്റ് സമയത്ത് ആള് കയറി വരണം, ഇൻട്രോ, ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന സാധനങ്ങൾ. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ അതുള്ള മ്യൂസിക്സ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ സോങ്സ് ഉണ്ട്, അത് നമുക്ക് സിനിമയുടെ ഒപ്പം കാണുമ്പോൾ നമുക്കതൊരു നെഗറ്റീവായിട്ട് തോന്നില്ല. കാരണം ആ സിനിമയുടെ ഒപ്പം കഥ ചുമ്മാ ഒരു ഐറ്റം സോങ് അല്ലെങ്കിൽ ചുമ്മാ ഒരു സോങ് ഒന്നും അല്ല കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് കഥകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് ആ കഥയുടെ ഒപ്പം തന്നെ നമുക്ക് മൂവ് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ ഈ പാട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാറിന്റെ അകത്ത് ഇട്ട് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് പോകാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അത്രയും മെച്ചമുള്ള സോങ്സ് ഒന്നും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. പിന്നെ പറയാനുള്ളത്, ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെട്ട് കാണും. എനിക്ക് തോന്നുന്നത് വലിയ വയലൻസും കാര്യങ്ങളും വെടിവെപ്പും കത്തിക്കുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വയലൻസ് ഒത്തിരി എടുത്തു കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് തന്നെ അല്ലെങ്കിൽ എന്താ പറയുക, കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവരെ കൂട്ടി കാണിക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണ് എമ്പുരാൻ. അപ്പോൾ ഞാൻ കയറിയ തിയേറ്ററിലാണെങ്കിൽ പല ഡയലോഗ്സ് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഫാൻസിന്റെ ബഹളമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മനസമാധാനത്തോടെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് മനസമാധാനമായി തിയേറ്ററിൽ പോയി കാണേണ്ടതാണ്. കാരണം ഇപ്പൊ ഫാൻസ് ഒക്കെ ആർമാദിക്കാണ്. കാരണം ചെറിയൊരു പോസിറ്റീവ് റിവ്യൂ വന്നാലേ സിനിമ 200 കോടി 300 കോടിയൊക്കെ മേലെ പോകും. അപ്പം ഇത് അത്യാവശ്യം ഒരു റിവ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ഉറപ്പായിട്ട് നമുക്കൊരു 350 ക്രോറെങ്കിലും നമുക്ക് മിനിമം പ്രതീക്ഷിക്കാം. പിന്നെ ഫാൻസ് തമ്മിലുള്ള അടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സിനിമയ്ക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പലരും പറയുന്നുണ്ട് ബ്ലാക്ക് ഷർട്ട് ഇട്ട് പറയുന്നവരെല്ലാവരും ചുമ്മാ പറയുന്നതാണ്, ബാക്കി കളർ ഷർട്ട് ഇട്ട് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം കേട്ടാൽ മതി. അങ്ങനെ ഒന്നും ഇല്ല. റിവ്യൂ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ റിവ്യൂ നോക്കി സിനിമ കാണാൻ പോകുന്നവരോട് ഞാൻ പറയുന്നത്, ഇത് ഉറപ്പായിട്ടും വൺ ടൈം വാച്ചബിൾ ആണ്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. ചെറിയ സ്ക്രീനിലോ ഫോണിലോ ഇതൊന്നും കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു തിയേറ്റർ പ്രിന്റ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം തിയേറ്ററിൽ കാണേണ്ട സംഭവങ്ങളൊക്കെയാണ് പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുന്നത്. വളരെ ക്ലാരിറ്റിയോടെയാണ് കഥ പോകുന്നതും വളരെ ക്ലാരിറ്റി ആയിട്ടാണ് ഓരോ ഷോട്ട്സുകളും എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് അതെന്തുകൊണ്ട് ചെയ്തു, ഇതെങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നമുക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല എന്നൊന്നും പറയാനുള്ള ഒരു അവസരങ്ങളും പൃഥ്വിരാജ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെ ആക്ഷനൊക്കെ ഒന്നും പറയാനൊന്നുമില്ല. കാരണം പുതിയ ടെക്നിക്സ് ഒക്കെ അവിടെ ഇവിടേക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും വളരെ നമുക്ക് ഒത്തിരി പുതിയതുപോലെ തോന്നത്തില്ലെങ്കിലും നമ്മളെ മടുപ്പിക്കാത്ത രീതിയിലുള്ള നല്ല ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട്.
അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണാം. കാരണം എബോ ആവറേജ് എന്ന് തന്നെ ഞാൻ പറയും, ബിലോ ആവറേജ് ഒന്നും പറയാനൊന്നുമില്ല. ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇത്രയും കാലത്തിന്റെ ഇട മലയാളത്തിൽ നിന്നൊരു ഇത്രയും ഹൈപ്പുള്ള സിനിമ വേറെ ഒന്നും കാണില്ല, അല്ലെങ്കിൽ ഇത്രയും ടെക്നിക്കലി ചെയ്തിട്ടുള്ള സിനിമകളൊന്നും കാണില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്ന കുറെ വർഷങ്ങൾ, 10-20 വർഷങ്ങൾക്ക് ശേഷം പൃഥ്വിരാജിനെ പോലെ ഒരു സംവിധായകൻ വന്ന് ചെയ്യേണ്ടതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ വന്ന് നമ്മുടെ ഈ ഒരു അവസരം ആരും പാഴാക്കാതെ സിനിമ നന്നായിട്ട് തന്നെ പോയി കാണുക. ചെറിയ ചെറിയ തെറ്റുകൾ അവിടെ ഇവിടെയൊക്കെ കാണും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. വലിയൊരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെ പോയി കണ്ടോളുക. അതിനുള്ളതൊക്കെ ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് സസ്പെൻസും കാര്യങ്ങളും അത് നമ്മൾ ഇപ്പൊ ഇൻഡസ്ട്രിക്കകത്ത് സ്റ്റോറീസ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അത് പറയുന്നുണ്ട്, ഈ തിരിഞ്ഞ് നിന്നെ ആളല്ലേ, അല്ലെങ്കിൽ അതന്നെ ആളല്ലേ, അല്ലെങ്കിൽ കഥ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഡയലോഗ് കേട്ടിട്ട് അപ്പൊ വില്ലൻ ഇതായിരിക്കും എന്നൊക്കെ ആലോചിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം അതിൽ പലതും ശരിയാണ്, പലതും തെറ്റാണ്. എങ്ങനെയാണെങ്കിലും ഇത് തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കാണുക. OTT വരാനോ അല്ലെങ്കിൽ TV കാണാനോ അല്ലെങ്കിൽ എന്നാ പറയുന്നത് ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനെയൊന്നും ആരും വിചാരിച്ചേക്കില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു ഫസ്റ്റ് ക്ലാസ് പടം തന്നെയാണ് എമ്പുരാൻ. എല്ലാവരും പോയി കാണുക.